Acuplus Interior and Electronics. അട്ടപ്പാടി അഗളി കരുവാര ഉന്നതിയിൽ വീടിന്റെ സൺഷെയ്ഡ് തകർന്നു വീണ് 2 ആദിവാസി കുട്ടികൾ മരിച്ച സംഭവത്തിൽ അടിയന്തര ധനസഹായമായി 10 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് SC/ST കോർഡിനേഷൻ കമ്മിറ്റി. നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകരാനിടയായ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചെയർമാൻ കെ മായാണ്ടി ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കുരുന്നുകൾക്ക് അടിയന്തരമായിട്ട് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരണം അവർക്ക് വേറെ ഇനിയിപ്പോൾ അവർക്ക് ആശ്രയമില്ല. 2 കുട്ടികളാണ്, 2 പോയി. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് അത് സർക്കാർ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന് ഭവന നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നടപടി സ്വീകരിക്കണം. ഇപ്പോൾ ഭവന നിർമ്മാണം പറയുമ്പോൾ ട്രൈബൽ എക്സഷൻ, ഇത് ട്രൈബൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയായതുകൊണ്ട് ഇത് ട്രൈബൽ എക്സഷൻ ഓഫീസറാണ് അതിൻ്റെ മേൽനോട്ടം. അതോടൊപ്പം തന്നെ അവിടെ പഞ്ചായത്തിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറുണ്ട്, പിന്നെ ഓവർസിയറുണ്ട്, അതോടൊപ്പം തന്നെ ST പ്രൊമോട്ടറുണ്ട്, അതോടൊപ്പം അവിടെ കൺസേൺഡ് വാർഡ് മെമ്പറുണ്ട്, MLA ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്. ഇവരൊക്കെ തന്നെ അവിടെ അവരുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് പോലും 2014 അനുവദിച്ച 14 വീടുകൾ അതിൽ 6 പൂർത്തിയായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെയും ഇത് ഇംപ്ലിമെന്റിംഗ് ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും അനാസ്ഥ മൂലമാണ് സംഭവിച്ചത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അവർക്ക് ധനസഹായം നൽകണം. അവരുടെ പേരിൽ അടിയന്തര ശിക്ഷണ നടപടി കൈക്കൊള്ളണം. അട്ടപ്പാടിയിൽ കെട്ടിട നിർമ്മാണത്തിന്റെ അപാകതകൾ മൂലമാണ് വീടിന്റെ സൺഷെയ്ഡ് തകർന്നു വീണ് 2 കുരുന്നുകൾ മരിച്ചത്. 2014 നിർമ്മിച്ച കെട്ടിടങ്ങൾ കാലപ്പഴക്കം കൊണ്ട് കമ്പികൾ തുരുമ്പിച്ചു. കെട്ടിട നിർമ്മാണം നടക്കുമ്പോൾ കൃത്യമായ പരിശോധന ഉദ്യോഗസ്ഥർ നടത്തിയില്ല. സർക്കാരിന്റെയും ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയും കെടുകാര്യസ്ഥതയും കാരണമാണ് കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്നത്. അട്ടപ്പാടിയിൽ 2006-നും 2018-നും ഇടയിൽ പട്ടികവർഗ വകുപ്പിന് കീഴിൽ ആദിവാസികൾക്ക് അനുവദിച്ച 3382 വീടുകളിൽ 1311 വീടുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. ആദിവാസികളിൽ 20,027 കുടുംബങ്ങൾ 5 സെന്റ് ഭൂമിയുള്ളവരാണ്. കൈവശാവകാശ രേഖ ലഭിച്ചിട്ടില്ല. കിലയുടെ റിപ്പോർട്ട് പ്രകാരം ആദിവാസികളിൽ 40% അരപ്പട്ടിണിയിലോ മുഴുപട്ടിണിയിലോ ആണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ രാധാകൃഷ്ണൻ വിത്തനശ്ശേരി, ഭാരവാഹികളായ കെ വാസുദേവൻ, കാർത്തികേയൻ മംഗലം, കൃഷ്ണൻ ചിറ്റൂർ, TP കനകദാസ് എന്നിവരും പങ്കെടുത്തു. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. Dot View News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.